ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, വിശുദ്ധമായ ഈ വലിയ നോയിമ്പ് 41 ദിവസമായ ഇന്ന് സങ്കീർത്തനങ്ങളിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്താനായി എന്നോടൊപ്പമായിരിക്കുന്ന നിങ്ങളെ ഏവരെയും ദൈവനാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ആ കരതാരിൽ മുഖമൊന്നമർത്തി ഒന്നു കരയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, തിരുഹൃദയ കാരുണ്യത്തണലിൽ ഒന്നു മയങ്ങാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, കാൽവരിനാഥ കരുണാമയ കനിയേണമേ സ്നേഹനാഥ, കാൽവരിനാഥ കരുണാമയ കനിയേണമേ സ്നേഹനാഥ. സങ്കീർത്തനങ്ങൾ 119:32 പ്രാർത്ഥന ഇതാണ്: ഒരുക്കമുള്ള ഒരു ഹൃദയം തന്ന് അങ്ങ് എനിക്ക് തരുമ്പോൾ ഞാൻ അങ്ങയുടെ പ്രമാണങ്ങളുടെ പാതയിൽ ഉത്സാഹത്തോടെ ചരിക്കും. ഒരിക്കൽ കൂടി നമുക്ക് ഇതെന്ന് മനസ്സിൽ ഉരുവിട്ടുകൊണ്ടിരിക്കാം. ഒരുക്കമുള്ളൊരു ഹൃദയം അങ്ങെനിക്ക് തരുമ്പോൾ ഞാൻ അങ്ങയുടെ പ്രമാണങ്ങളുടെ പാതയിൽ ഉത്സാഹത്തോടെ നടക്കും. നമുക്ക് ഒരുക്കമുള്ളവരായി ഇന്നത്തെ ഈ സങ്കീർത്തന പ്രാർത്ഥനകളിലേക്ക് വിശ്വാസപൂർവം നമുക്ക് പ്രവേശിക്കാം. ക്രൂശിതനായ യേശുവിൻ്റെ തിരുമുൻപിൽ നമ്മുടെ നിയോഗങ്ങളെ ഭക്തിപൂർവം, പ്രത്യാശപൂർവം, വിശ്വാസപൂർവം സമർപ്പിക്കാം. പ്രാർത്ഥിച്ചാൽ അതിന് ഉത്തരമുണ്ട്. നമുക്ക് വിശ്വാസത്തോടുകൂടി ആയിരിക്കാം. സങ്കീർത്തനങ്ങൾ പ്രാർത്ഥനയാണ്. ഇന്ന് നമുക്ക് സങ്കീർത്തനം 119 പക്ഷേ അത് വളരെ ദീർഘമുള്ളതാണ്. അതുകൊണ്ട് നമുക്കത് 2 ദിവസമെങ്കിലും വേണ്ടി വരും. 3 ദിവസം ചിലപ്പോൾ വേണ്ടി വരും. ഇന്നലെ 119-14 വചനം വരെ മാത്രമേ നമുക്ക് പ്രാർത്ഥിക്കുവാൻ സാധിച്ചുള്ളൂ. ഇന്ന് അതിൻ്റെ തുടർച്ചയായിട്ടുള്ള ഭാഗങ്ങൾ 15 മുതൽ 80 വരെയുള്ള ഭാഗങ്ങൾ പ്രാർത്ഥിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് പ്രാർത്ഥനയിലായിരിക്കാം. സങ്കീർത്തനങ്ങൾ അധ്യായം 119-15 വരെയുള്ള തിരുവചനങ്ങൾ. ഞാൻ അങ്ങയുടെ പ്രമാണങ്ങളെപ്പറ്റി ധ്യാനിക്കുകയും അങ്ങയുടെ മാർഗത്തിൽ ദൃഷ്ടി ഉറപ്പിക്കുകയും ചെയ്യും. അങ്ങയുടെ ചട്ടങ്ങളിൽ ഞാൻ സന്തോഷിക്കും. അങ്ങയുടെ വചനം വിസ്മരിക്കുകയില്ല. ഞാൻ ജീവിച്ചിരിക്കാനും അങ്ങയുടെ വചനം അനുസരിക്കാനും ഈ ദാസൻ്റെ മേൽ കൃപ ചൊരിയണമേ. അങ്ങയുടെ പ്രമാണങ്ങളുടെ വൈശിഷ്ട്യം ദർശിക്കാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ. ഭൂമിയിൽ ഞാനൊരു പരദേശിയാണ്. അങ്ങയുടെ കൽപ്പനകളെ എന്നിൽ നിന്നും മറച്ചു വയ്ക്കരുതേ. അങ്ങയുടെ കൽപ്പനകൾക്ക് വേണ്ടിയുള്ള അഭിനിവേശം നിരന്തരം എന്നെ ദഹിപ്പിക്കുന്നു. അങ്ങയുടെ പ്രമാണങ്ങൾ വിട്ടു നടക്കുന്ന ശപിക്കപ്പെട്ട ധിക്കാരികളെ അവിടുന്ന് ശാസിക്കുന്നു. അവരുടെ നിന്ദനവും പരിഹാസവും എന്നിൽ നിന്ന് അകറ്റണമേ. ഞാൻ അങ്ങയുടെ കൽപ്പനകൾ പാലിച്ചുവല്ലോ. രാജാക്കന്മാർ ഒത്തുചേർന്ന് എനിക്കെതിരെ ഗൂഢാലോചന നടത്തുന്നു. എന്നാൽ ഈ ദാസൻ അങ്ങയുടെ ചട്ടങ്ങളെപ്പറ്റി ധ്യാനിക്കും. അവിടുത്തെ കൽപ്പനകളാണ് എൻ്റെ ആനന്ദം. അവയാണ് എനിക്ക് ഉപദേശം നൽകുന്നത്. എൻ്റെ പ്രാണൻ പൊടിയോട് പറ്റിച്ചേർന്നിരിക്കുന്നു. അങ്ങയുടെ വാഗ്ദാനമനുസരിച്ച് എന്നെ ഉജ്ജീവിപ്പിക്കണമേ. എൻ്റെ അവസ്ഥ ഞാൻ വിവരിച്ചപ്പോൾ അങ്ങ് എനിക്ക് ഉത്തരമരുളി. അങ്ങയുടെ ചട്ടങ്ങൾ എന്നെ പഠിപ്പിക്കണമേ. അങ്ങയുടെ പ്രമാണങ്ങൾ നിർദ്ദേശിക്കുന്ന വഴി എനിക്ക് കാണിച്ചു തരണമേ. ഞാൻ അങ്ങയുടെ അത്ഭുത കൃത്യങ്ങളെപ്പറ്റി ധ്യാനിക്കും. ദുഃഖത്താൽ എൻ്റെ ഹൃദയം ഉരുകുന്നു. അങ്ങയുടെ വാഗ്ദാനമനുസരിച്ച് എന്നെ ശക്തിപ്പെടുത്തണമേ. തെറ്റായ മാർഗങ്ങളെ എന്നിൽ നിന്ന് അകറ്റണമേ. കാരുണ്യപൂർവ്വം അങ്ങയുടെ നിയമം എന്നെ പഠിപ്പിക്കണമേ. ഞാൻ വിശ്വസ്തതയുടെ മാർഗം തിരഞ്ഞെടുത്തിരിക്കുന്നു. അങ്ങയുടെ ശാസനങ്ങൾ എൻ്റെ കൺമുൻപിലുണ്ട്. കർത്താവേ, അങ്ങയുടെ കൽപ്പനകളോട് ഞാൻ ചേർന്ന് നിൽക്കുന്നു. ലജ്ജിതനാകാൻ എനിക്കിടവരുത്തരുതേ. ഒരുക്കമുള്ള ഹൃദയം അങ്ങ് എനിക്ക് തരുമ്പോൾ ഞാൻ അങ്ങയുടെ പ്രമാണങ്ങളുടെ പാതയിൽ ഉത്സാഹത്തോടെ ചരിക്കും. കർത്താവേ, അങ്ങയുടെ ചട്ടങ്ങളുടെ വഴി എന്നെ പഠിപ്പിക്കണമേ. അവസാനം വരെ ഞാൻ അത് പാലിക്കും. ഞാൻ അങ്ങയുടെ പ്രമാണം പാലിക്കാനും പൂർണ്ണ ഹൃദയത്തോടെ അതനുസരിക്കാനും വേണ്ടി എനിക്ക് അറിവ് നൽകണമേ. അവിടുത്തെ കൽപ്പനകളുടെ വഴിയിലൂടെ എന്നെ നയിക്കണമേ. ഞാനതിൽ സന്തോഷിക്കുന്നു. ധനലാഭത്തിലേക്കല്ല, അങ്ങയുടെ കൽപ്പനകളിലേക്ക് എൻ്റെ ഹൃദയത്തെ തിരിക്കണമേ. വ്യർത്ഥതകളിൽ നിന്ന് എൻ്റെ ദൃഷ്ടി തിരിക്കണമേ.
അങ്ങയുടെ മാർഗത്തിൽ ചരിക്കാൻ എന്നെ ഉജ്ജീവിപ്പിക്കണമേ. അങ്ങയുടെ ഭക്തർക്ക് നൽകിയ വാഗ്ദാനം ഈ ദാസന് നിറവേറ്റിത്തരണമേ. ഞാൻ ഭയപ്പെടുന്ന അവമതി എന്നിൽ നിന്ന് അകറ്റണമേ. അങ്ങയുടെ നിയമങ്ങൾ വിശിഷ്ടമാണല്ലോ. ഇതാ അങ്ങയുടെ പ്രമാണങ്ങളെ ഞാൻ അഭിലഷിക്കുന്നു. അങ്ങയുടെ നീതിയാൽ എന്നിൽ പുതുജീവൻ പകരണമേ. കർത്താവേ, അങ്ങയുടെ കാരുണ്യം എൻ്റെ മേൽ ചൊരിയണമേ. അങ്ങ് വാഗ്ദാനം ചെയ്ത രക്ഷ എനിക്ക് നൽകണമേ. എന്നെ അവഹേളിക്കുന്നവരോട് മറുപടി പറയാൻ അപ്പോൾ എനിക്ക് കഴിയും. ഞാൻ അങ്ങയുടെ വചനത്തിലാണല്ലോ ആശ്രയിക്കുന്നത്. സത്യത്തിൻ്റെ വചനം എൻ്റെ അധരങ്ങളിൽ നിന്നും നിശേഷം എടുത്തു കളയരുതേ. അങ്ങയുടെ കൽപ്പനകളിലേക്കാണല്ലോ ഞാൻ പ്രത്യാശ അർപ്പിക്കുന്നത്. ഞാൻ അങ്ങയുടെ കൽപ്പനകളെ നിരന്തരം എന്നേക്കും പാലിക്കും. അങ്ങയുടെ കൽപ്പനകൾ തേടുന്നത് കൊണ്ട് ഞാൻ സ്വതന്ത്രമായി വ്യാപരിക്കും. രാജാക്കന്മാരുടെ മുൻപിലും ഞാൻ അങ്ങയുടെ കൽപ്പനകളെപ്പറ്റി സംസാരിക്കും. ഞാൻ ലജ്ജിതനാവുകയില്ല. അങ്ങയുടെ പ്രമാണങ്ങളിൽ ഞാൻ ആനന്ദം കണ്ടെത്തുന്നു. ഞാൻ അവയെ അത്യധികം സ്നേഹിക്കുന്നു. ഞാൻ അങ്ങയുടെ പ്രമാണങ്ങളെ ആദരിക്കുന്നു. ഞാൻ അവയെ സ്നേഹിക്കുന്നു. ഞാൻ അങ്ങയുടെ ചട്ടങ്ങളെപ്പറ്റി ധ്യാനിക്കുന്നു. ഈ ദാസന് നൽകിയ വാഗ്ദാനം ഓർക്കണമേ. അതുവഴിയാണല്ലോ അങ്ങ് എനിക്ക് പ്രത്യാശ നൽകിയത്. അങ്ങയുടെ വാഗ്ദാനം എനിക്ക് ജീവൻ നൽകുന്നു എന്നതാണ് ദുരിതങ്ങളിൽ എൻ്റെ ആശ്വാസം. അധർമ്മികൾ എന്നെ കഠിനമായി പരിഹസിക്കുന്നു. എന്നാലും ഞാൻ അങ്ങയുടെ നിയമത്തിൽ നിന്ന് വ്യതിചലിക്കുകയില്ല. കർത്താവേ, അങ്ങ് പണ്ടേ നൽകിയ നിയമങ്ങളെപ്പറ്റി ചിന്തിക്കുമ്പോൾ എനിക്ക് ആശ്വാസം ലഭിക്കുന്നു. അങ്ങയുടെ പ്രമാണങ്ങളെ ഉപേക്ഷിക്കുന്ന ദുഷ്ടർ മൂലം രോഷം എന്നിൽ ജ്വലിക്കുന്നു. തീർത്ഥാടകനായി ഞാൻ പാർക്കുന്നിടത്ത് അങ്ങയുടെ പ്രമാണങ്ങളായിരുന്നു എൻ്റെ ഗാനം. കർത്താവേ, രാത്രിയിൽ ഞാൻ അങ്ങയുടെ നാമം അനുസ്മരിക്കുന്നു. ഞാൻ അങ്ങയുടെ പ്രമാണം പാലിക്കുകയും ചെയ്യുന്നു. അങ്ങയുടെ കൽപ്പനകൾ അനുസരിച്ചു എന്നതാണ് എനിക്ക് ലഭിച്ച അനുഗ്രഹം. കർത്താവാണ് എൻ്റെ ഓഹരി. അവിടുത്തെ കൽപ്പനകൾ പാലിക്കുമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ അങ്ങയുടെ കാരുണ്യത്തിനായി യാചിക്കുന്നു. അങ്ങയുടെ വാഗ്ദാനത്തിനൊത്ത വിധം എന്നോട് കൃപ തോന്നണമേ. അങ്ങയുടെ മാർഗങ്ങളെപ്പറ്റി ചിന്തിച്ച് ഞാൻ എൻ്റെ പാദങ്ങളെ അങ്ങയുടെ കൽപ്പനകളിലേക്ക് തിരിക്കുന്നു. അങ്ങയുടെ പ്രമാണങ്ങൾ പാലിക്കാൻ ഞാൻ ഉത്സാഹിക്കുന്നു. ഒട്ടും അമാന്തം കാണിക്കുന്നില്ല. ദുഷ്ടരുടെ കണികളിൽ കുടുങ്ങിയെങ്കിലും ഞാൻ അങ്ങയുടെ നിയമം മറന്നില്ല. അങ്ങയുടെ നീതിയുറ്റ കൽപ്പനകൾ മൂലം അങ്ങയെ സ്തുതിക്കാൻ അർദ്ധരാത്രിയിൽ ഞാൻ എഴുന്നേൽക്കുന്നു. അങ്ങയുടെ നീതിയുറ്റ കൽപ്പനകൾ മൂലം അങ്ങയെ സ്തുതിക്കാൻ അർദ്ധരാത്രിയിൽ ഞാൻ എഴുന്നേൽക്കുന്നു. അങ്ങയെ ഭയപ്പെടുകയും അങ്ങയുടെ പ്രമാണങ്ങൾ പാലിക്കുകയും ചെയ്യുന്നവർക്ക് ഞാൻ കൂട്ടാളിയാണ്. കർത്താവേ, ഭൂമി അങ്ങയുടെ കാരുണ്യം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അങ്ങയുടെ ചട്ടങ്ങൾ എന്നെ പഠിപ്പിക്കണമേ. കർത്താവേ, അങ്ങയുടെ വചനമനുസരിച്ച് ഈ ദാസൻ അങ്ങ് നന്മ ചെയ്തിരിക്കുന്നു. അങ്ങയുടെ കൽപ്പനകളിൽ ഞാൻ വിശ്വസിക്കുന്നത് കൊണ്ട് അറിവും വിവേകവും എനിക്ക് ഉപദേശിച്ചു തരണമേ. കഷ്ടതയിൽ അകപ്പെടുന്നതിന് മുൻപ് ഞാൻ വഴിതെറ്റിപ്പോയി. എന്നാൽ ഇപ്പോൾ ഞാൻ അങ്ങയുടെ വചനം പാലിക്കുന്നു. അവിടുന്ന് നല്ലവനും നന്മ ചെയ്യുന്നവനുമാണ്. അങ്ങയുടെ ചട്ടങ്ങൾ എന്നെ പഠിപ്പിക്കണമേ. അധർമ്മികൾ എന്നെക്കുറിച്ച് വ്യാജം പറഞ്ഞു വരുത്തി. എന്നാൽ ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ അങ്ങയുടെ പ്രമാണങ്ങൾ അനുസരിക്കുന്നു. അവരുടെ ഹൃദയം മരവിച്ചുപോയി. എന്നാൽ ഞാൻ അങ്ങയുടെ നിയമത്തിൽ ആനന്ദിക്കുന്നു. ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി. തന്മൂലം ഞാൻ അങ്ങയുടെ ചട്ടങ്ങൾ അഭ്യസിച്ചുവല്ലോ. ആയിരക്കണക്കിന് വെള്ളി നാണയങ്ങളെക്കാൾ അങ്ങയുടെ വചനത്തിൽ നിന്നും പുറപ്പെടുന്ന നിയമമാണ് എനിക്ക് അഭികാമ്യം. അവിടുത്തെ കരം എനിക്ക് രൂപം നൽകി. അങ്ങയുടെ കൽപ്പനകൾ പഠിക്കാൻ എനിക്ക് അറിവ് നൽകണമേ. അങ്ങയുടെ ഭക്തർ എന്നെ കണ്ട് സന്തോഷിക്കും. എന്തെന്നാൽ ഞാൻ അങ്ങയുടെ വചനത്തിൽ പ്രത്യാശ അർപ്പിച്ചു. കർത്താവേ, അങ്ങയുടെ വിധികൾ ന്യായയുക്തമാണെന്നും വിശ്വസ്തത മൂലമാണ് അവിടുന്ന് എന്നെ കഷ്ടപ്പെടുത്തിയതെന്നും ഞാൻ അറിയുന്നു. ഈ ദാസന് അങ്ങ് നൽകിയ വാഗ്ദാനമനുസരിച്ച് അങ്ങയുടെ കാരുണ്യം എന്നെ ആശ്വസിപ്പിക്കട്ടെ. ഞാൻ ജീവിക്കുന്നതിന് വേണ്ടി അങ്ങയുടെ കാരുണ്യം എൻ്റെ മേൽ ചൊരിയണമേ. അങ്ങയുടെ നിയമത്തിലാണ് എൻ്റെ ആനന്ദം. അധർമ്മികൾ ലജ്ജിതരായി തീരട്ടെ. വഞ്ചന കൊണ്ട് അവരെന്നെ തകിടം മറിച്ചു. എന്നാൽ ഞാൻ അങ്ങയുടെ നിയമങ്ങളെപ്പറ്റി ധ്യാനിക്കും. അങ്ങയുടെ ഭക്തർ എന്നിലേക്ക് തിരിയട്ടെ. അങ്ങനെ അവർ അങ്ങയുടെ കൽപ്പനകൾ അറിയട്ടെ. ഞാൻ ലജ്ജിതനാകാതിരിക്കേണ്ടതിന് എൻ്റെ ഹൃദയം അങ്ങയുടെ ചട്ടങ്ങൾ പാലിക്കുന്നതിൽ കുറ്റമറ്റതായിരിക്കട്ടെ. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. സ്നേഹമുള്ളവരെ, സങ്കീർത്തനങ്ങൾ 119
എൺപതാമത്തെ തിരുവചനം വരെയാണ് ഇന്ന് നമ്മൾ പ്രാർത്ഥിച്ച് നിർത്തിയിരിക്കുന്നത്. അടുത്ത ദിവസം ഇതിൻ്റെ തുടർച്ചയായി ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. എന്നോടുള്ള നിങ്ങളുടെ സ്നേഹത്തിനും നിങ്ങൾ കാണിക്കുന്ന ഈ പ്രാർത്ഥനയോടുള്ള താല്പര്യത്തെക്കുറിച്ചും ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഇനിയും പ്രാർത്ഥനയിൽ ഐക്യപ്പെടുവാനും കൂടുതൽ ദിവസങ്ങളിൽ നമുക്ക് പ്രാർത്ഥനയിലായിരിക്കുവാനും വിശ്വാസത്തോടെ അവിടുത്തെ ഈ വിശുദ്ധവാരം നമുക്ക് ആചരിക്കുവാനും ഇടവരട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി.